ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ നേരെ വൈജയന്തിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് നിൽക്കുന്നതായിരുന്നു ഇന്നലത്തെ ഭാഗം. അങ്ങോട്ടേക്ക് നമ്മുടെ അലീന ഓടി വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ, നിനക്കറിയാവോടി ഇവൾ ആരാണെന്ന് എന്ന് അലീനയെ നോക്കിയിട്ട് പറയൂട്ടോ. അപ്പൊ നമ്മുടെ വൈജയന്തി പതുക്കെ ഒന്ന് അലീനയെ നോക്കിയിട്ട് പറയും, ഇവിടുത്തെ സെർവന്റ് അലീന. പക്ഷേ നിനക്ക് മരിക്കുന്നതിന് മുൻപ് ഇവൾ ആരാണെന്ന് അറിയണ്ടേ വേണ്ടേ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ആ തോക്കെടുത്ത് കഴുത്തില് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ ആകെ പേടിച്ച് അരണ്ട് നിൽക്കുവാണേ. ആഗ്ര കൺട്രോൾമെന്റ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി ആകെ ഞെട്ടിപ്പോവാണ്. അവിടെ വെച്ച് നീ പ്രണയിച്ച ക്യാപ്റ്റൻ സ്റ്റാൻലി സ്നേഹിച്ച് സഹവസിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പതുക്കെ തല താഴ്ത്തുവേ. ആ തോക്കുകൊണ്ട് തന്നെ വൈജയന്തിയുടെ തല അങ്ങ് പൊക്കൂട്ടോ. എന്നിട്ട് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറയാണ്, എല്ലാ അർത്ഥത്തിലും ക്യാപ്റ്റൻ സ്റ്റാൻലിയുടെ കൂടെ അധിവസിച്ച നീ ചതിയുടെ ഒരു പെൺരൂപം. നെയ്യാറ്റിൻകരയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ചായിരുന്നു നിന്റെ പ്രസവം. അതും ഒരു പെൺകുഞ്ഞിനെ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഞെട്ടിപ്പോവാന്നുണ്ട് നമ്മുടെ വൈജ. അവൾ ആരാണെന്ന് നിനക്കറിയോ? ഈ നിൽക്കുന്നവളാ എന്നങ്ങ് പറയുന്നത് നമ്മുടെ വൈജ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂട്ടോ. നിന്റെ മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് ആകെ ഒരു സ്നേഹത്തിന്റെ ഒരു നോട്ടം എന്നൊക്കെ പറയാം. ആ സമയത്ത് അലീനയെ നോക്കുന്നത് അങ്ങനെ തന്നെ കേട്ടോ. അലീനയെ അങ്ങനെ തന്നെ. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ തോക്കുമായിട്ട് തല ഇങ്ങനെ തിരിക്കുവേ. എന്നിട്ട് പറയും, അങ്ങോട്ടേക്ക് കൂടുതൽ നോക്കണ്ട. ഇത്രയും കാലം അവൾ നിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് കാണാത്ത കാഴ്ചയൊന്നും ഇനി നീ കാണണ്ട. എനിക്ക് തീരെ സമയമില്ല. വിചാരണ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനിയാണ് വിധി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലീന ആകെ കരയാണ് കേട്ടോ. എന്നിട്ട് പറയും, നിനക്കേ മരണശിക്ഷ വിധിച്ചിരിക്കുക ഞാൻ എന്ന് പറയുമ്പോൾ ആകെ വേദനയോട് കൂടിയിട്ട് നമ്മുടെ അലീനയെ ഇങ്ങനെ നോക്കട്ടെ വൈജയന്തി. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ആ തോക്ക് അലീനയുടെ നേർക്കങ്ങ് ചൂണ്ടുവാണേ. നിനക്കറിയായിരുന്നു അല്ലേ ഇവൾ നിന്റെ അമ്മയാണെന്ന്? അല്ലടി എന്ന് ചോദിക്കുമ്പോൾ ഉവ് എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ തകർന്നു പോവാണേ. അത് മറച്ചു വെച്ചോണ്ടല്ലേ നീ ഇത്രയും കാലം ഇവിടെ അഭിനയിച്ചോണ്ട് നടന്നത്. ഇട്ടുക്കിയാ നീ. നിനക്കും ഞാൻ മരണശിക്ഷ തന്നെയാ വിധിക്കുന്നേ. ഇവളുടെ മകളായിട്ട് ജനിച്ച കുറ്റത്തിന് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തിയും അലീനയൊക്കെ അരുതേ എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ട്വിസ്റ്റ്. ഇതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഓർക്കുവാണ്. ആ ഫോട്ടോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.